السلام عليكم ورحمة الله. الحمد لله الذي أنعمنا وأسعدنا بهذا المجلس المبارك، والصلاة والسلام على القائل الساعي على الأرملة والمسكين كالمجاهد في سبيل الله أو يقوم الليل أو يصوم النهار. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. ബഹുമാന്യനായ അത്താണി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും അത്താണിയുടെ 8ാം വാർഷിക ഇരുഭവന താക്കോൽദാന പരിപാടിയുടെ അധ്യക്ഷനുമായ പാറപ്പുറത്ത് ബാബ ഹാജി അവറുകൾ ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി 8ാം വാർഷിക ഉദ്ഘാടന കർമ്മവും താക്കോൽദാനവും നിർവഹിക്കുന്ന ബഹുമാന്യനായ MP ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി MP അവറുകൾ, മറ്റേ ഈ വേദിയിൽ ഈ പരിപാടിയിൽ സംബന്ധിച്ച് സന്തോഷം നൽകേണ്ട, ഈ നന്മയുടെയും ക്ഷേമപ്രവർത്തനത്തിൻ്റെയും ഭാഗമായി തീരുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആദരണീയരായ അതിഥികളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജനപ്രതിനിധികളെ, വിവിധ സംരംഭങ്ങളുടെ സാരഥികളെ, ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടി അടുത്തറിയാനും അത്താണിയുടെ കൂടെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അത്താണിയായി തീരുന്നതിന് വേണ്ടി അടുത്തും അകലെ നിന്നുമായി എത്തിയിട്ടുള്ള സ്നേഹം നിറഞ്ഞ സുമനസ്സുകളെ, സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, 2017 ആരംഭിച്ച് 8ഓളം വർഷമായി പുല്ലൂരിനകത്തും പുറത്തും, ജില്ലക്കകത്തും പുറത്തും, ഒരു വേള ഉത്തരേന്ത്യയിലടക്കം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നിരാരംഭരായ മനുഷ്യർക്ക് അത്താണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംവിധാനത്തിൻ്റെ സംഗമത്തിലാണ് നമ്മൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തിലാണ്. കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും മാനവിക മൈത്രി ബോധനത്തെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് അങ്ങേയറ്റം ധാരണയുണ്ട്. അത് വാക്കിലൊതുക്കാതെ പ്രാവർത്തികമാക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇന്നും ഇന്നലെയുമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രവുമല്ല, 2 വർഷത്തോളമായി ആഗോളതലത്തിൽ തന്നെ മനസ്സാക്ഷിയുള്ള മനുഷ്യരുടെ കണ്ണീരായി മാറിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ, ഗസ, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സയനിസ്റ്റ് സാമ്രാജ്യത്വ അധിനിവേശം, തീർച്ചയായും അത്താണിയുടെ ഒഫീഷ്യലായ ഒരു പ്രോഗ്രാമിൽ വെച്ച് ആ സയനിസ്റ്റ് സാമ്രാജ്യത്വ ഇടപെടലുകളെ അപലപിക്കുകയും മനുഷ്യപക്ഷത്ത്, മനുഷ്യാവകാശത്തിൻ്റെ പക്ഷത്ത്, കാരുണ്യത്തിന് വേണ്ടി, ജന്മനാടിന് വേണ്ടി കേഴുന്ന ആ മനുഷ്യരോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി ഈ ഉദ്ഘാടന സെഷനിൽ തന്നെ നമ്മൾ ഐക്യദാർഢ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലായിരുന്നാലും, ഉയ്ഗൂറിലായിരുന്നാലും, റോഹിംഗ്യയിലായിരുന്നാലും, അങ്ങ് ഉക്രൈനിലായിരുന്നാലും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭയാർത്ഥികളായിത്തീരുന്ന അനേക ലക്ഷങ്ങൾക്ക് അതിജീവനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് അശാന്തിയും അസ്വസ്ഥതയും വിതക്കുന്ന വിധത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെ ഈ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡത ചോദ്യം ചെയ്യുന്ന, ഏറെ ഭീഷണി ഉയർത്തുന്ന പ്രശ്നങ്ങൾ, കശ്മീരിലെ ഭീകരവാദികളുടെ കടന്നുകയറ്റവും മലയാളികളടക്കം 10-27ഓളം ആളുകൾ കൊല്ലപ്പെട്ടതുമൊക്കെ ഏറെ സങ്കടത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ആ കുടുംബങ്ങൾക്ക് പടച്ചറബ് സഹിക്കാനും ക്ഷമിക്കുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ദുരന്തം, അതിനു മുമ്പ് കോവിഡും നിപ്പയും ഒക്കെയായി
2 വർഷക്കാലങ്ങളിൽ തുടർച്ചയായി കടന്നു വന്ന പ്രളയങ്ങൾ, ഞാൻ പറയുന്നത് അത്താണിയായി തീരുക എന്നതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്ന അനവധി അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെയെല്ലാം സോഷ്യൽ മീഡിയ ജീവിതവും അതേപോലെ തന്നെ പ്രായോഗികമായ സാമൂഹിക കുടുംബ സൗഹൃദ ജീവിതവുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിന് ഈ കാലം എത്രമേൽ ആവശ്യപ്പെടുന്നു എന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും, ഈ രാജ്യത്തിൻ്റെ പല കോണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും സംസ്ഥാനത്തിൻ്റെ സ്ഥിതിഗതികളും വ്യത്യസ്ത പരീക്ഷണ പരമ്പരകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരും അവരുടെ നിസ്സഹായ നിലവിളികളുമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അത്താണിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം ധാരണയുണ്ട്. അതെല്ലാം പ്രാമാണികമായ ആത്മീയ നിറവിൽ അതിമനോഹരമായി നിർവഹിക്കുന്നിടത്ത്, മനുഷ്യസ്നേഹത്തിൻ്റെ മഹാഗാഥ രചിക്കുന്നിടത്ത് ഈ ദൗത്യ നിർവഹണത്തിന് വ്യവസ്ഥാപിതമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മണ്ണിനോടും മനുഷ്യനോടുമുള്ള ബാധ്യത എളിയ വലിയ രൂപത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഊനും അതേപോലെ എൻ്റെ ഹംദിൽ ഞാൻ പ്രത്യേകം സൂചിപ്പിച്ച ഇന്നമാ നുത്ഇമുക്കും ലി വജ്ഹില്ലാഹി തുടങ്ങിയ ആയത്തും, അതേപോലെ സൂറത്തുൽ ബലദിലെ ആ മലമ്പാത, ആ ചുരബാധ നിങ്ങൾ കടന്നുപോയി എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഫലക തഹമൽ അഖബ, വെക്കേഷൻ കാലയളവിൽ വയനാട്ടിലേക്ക് പോകുന്നവരുണ്ട്. വ്യത്യസ്ത ചുരം കയറിക്കൊണ്ട് സാഹസത്തോടുകൂടി കടമ്പകൾ കടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ കാരുണ്യത്തിൻ്റെ ഒരു കടമ്പയുണ്ട്. ആ കടമ്പയെക്കുറിച്ചും ആ കടക്കലിനെക്കുറിച്ചും ആ ചുരബാധ നീങ്ങുന്നതിനെക്കുറിച്ചുമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബലദിൽ നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അത് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതാണ്. അസ്സാഇ അലൽ അർമലത്തി വൽ മിസ്കീൻ, പ്രവാചകൻ്റെ ഹദീസുകളും വിധവയ്ക്ക് വേണ്ടി, അഗതിക്ക് വേണ്ടി, അവശരായ ആളുകൾക്ക് വേണ്ടി പരിശ്രമം നടത്തുക എന്ന് പറയുന്നത് ധർമ്മസമര പോരാളി നിർവഹിക്കുന്നത് പോലെയുള്ള നിർവഹണമാണ്. രാത്രി നമസ്കരിക്കുന്ന, പകലിൽ നോമ്പനുഷ്ഠിക്കുന്നവരെ പോലെയാണ് ഇത്തരം പ്രവർത്തന മേഖലകൾ എന്ന് പറയാൻ. മതനിഷേധി ആരാണ് എന്നതിൻ്റെ ഉത്തരം, മനുഷ്യർക്ക് അത്താണിയായി തീരാത്തവർ ആരാണോ അവർ മതനിഷേധിയാണ് എന്ന് പറയാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ അത്താണിയുടെ ഈ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കോർഡിനേറ്ററും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രയാണത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്ന നിലവിലെ വ്യക്തി എന്ന നിലക്കാണ്. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം സമ്പാദിച്ച് കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരെ പരിഗണിച്ച് പരിചരിച്ച് കണ്ണുകൊണ്ട് കാണാത്ത പടച്ച റബ്ബിനെ ആരാധിക്കുന്ന ആരാധനകളെ അർത്ഥപൂർണമാക്കുന്നതിന് വേണ്ടിയുള്ള ഈ സംവിധാനത്തിൻ്റെ എളിയ വലിയ പദ്ധതികളുമായി ഈ കൂടിയ മുഴുവൻ മനുഷ്യരുടെയും അകമഴിഞ്ഞ നിസ്വാർത്ഥമായ പിന്തുണ പ്രതീക്ഷിക്കുകയാണ്. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിയിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെ സംസാരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷപദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ അത്താണിയുടെ ചെയർമാൻ പാറപ്പുറത്ത് ബാവാ ഹാജി അവറുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.